ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 27ാമത്തെ കഥയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേര് അൺഫർഗെറ്റബിൾ മെമ്മറീസ് ഓഫ് ലൈഫ്. അൺഫർഗെറ്റബിൾ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ അൺഫർഗെറ്റബിൾ എന്ന് പറയാം. മെമ്മറീസ് എന്ന് പറഞ്ഞാലോ, മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്. അപ്പോൾ അൺഫർഗെറ്റബിൾ മെമ്മറീസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ വായിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വായിച്ചു തുടങ്ങാം അല്ലേ. ടു ബെസ്റ്റ് ഫ്രണ്ട്സ് വെർ വാക്കിംഗ് ത്രൂ ദ ഡെസേർട്ട്. രണ്ട് സുഹൃത്തുക്കൾ മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്നു. ടു ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലോ, ഉറ്റ സുഹൃത്തുക്കളെയാണ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഉറ്റ സുഹൃത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ ടു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? വേർ വാക്കിംഗ്. അപ്പോൾ ഇവിടെ വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ വേർ വാക്കിംഗ് എന്ന് പറഞ്ഞാലോ, നടക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അവിടെ രണ്ടു പേരുള്ളത് കൊണ്ടാണ് നമ്മളവിടെ വേർ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ വാസ് ആണല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ നടക്കുകയായിരുന്നു. എവിടെയാണ്? ത്രൂ ദി ഡെസേർട്ട്. അപ്പോൾ ഇവിടെ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മരുഭൂമിനെ പറയുമ്പോൾ ഡെസേർട്ട് എന്നാണ് പറയേണ്ടത്. തെറ്റിച്ചിലൊരു ഡിസേർട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് തന്നെ വേറെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഭക്ഷണത്തിന് അവസാനം കഴിക്കുന്ന മധുര പലഹാരത്തിനെയാണ് നമ്മൾ ഡിസേർട്ട് എന്ന് പറയാം. അപ്പം മരുഭൂമിനെ കുറിച്ച് പറയുമ്പോൾ ഡെസേർട്ട് എന്ന് തന്നെ വേണം പറയാൻ. അപ്പം ത്രൂ ദ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ എന്ന് പറയാനാണ് നമ്മളവിടെ ത്രൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഞാൻ ത്രൂ വെച്ചിട്ട് ഒരു എക്സാമ്പിളും കൂടി പറയാം. അത് ജസ്റ്റ് ഞാനൊരു സെൻറ്റൻസ് പറയുന്നേ ഉള്ളൂ. വി വാക്ക്ഡ് ത്രൂ ദി കോൺഫീൽഡ്. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? കോൺഫീൽഡ് എന്ന് പറഞ്ഞാൽ, കോൺ എന്ന് പറഞ്ഞാൽ ചോളമാണ്. ഫീൽഡ് എന്ന് പറഞ്ഞാലോ, വയലിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ വി വാക്ക്ഡ് ത്രൂ ദ കോൺഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോളം വയലിലൂടെ നടന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ത്രൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നമ്മൾ വയലിലൂടെ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആഫ്റ്റർ സം ടൈം ദേ ബോത്ത് ഹാഡ് ആൻ ആർഗ്യുമെന്റ് ആൻഡ് വൺ ഫ്രണ്ട് സ്ലാപ്ഡ് ദി അതർ വൺ ഓൺ ദ ഫേസ്. കുറച്ചു സമയത്തിന് ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിൻ്റെ മുഖത്തടിച്ചു. ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, സം ടൈം എന്ന് പറഞ്ഞാലോ കുറച്ച് സമയം. അപ്പോൾ ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം ദേ ബോത്ത് ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ്. ദേ ബോത്ത് എന്ന് പറഞ്ഞാൽ അവരെ രണ്ടുപേരെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇരുവരും. ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ തർക്കമാണ്. അപ്പോൾ ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാലോ തർക്കമുണ്ടായി എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് വൺ ഫ്രണ്ട്, അതായത് ഒരു സുഹൃത്ത് എന്താ ചെയ്തത്? സ്ലാപ്ഡ് ദി അതർ വൺ ഓൺ ദി ഫേസ്. അപ്പോൾ സ്ലാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് കൈപ്പത്തി കൊണ്ട് ഒരാളെ അടിക്കുന്നതിനെയാണ് നമ്മൾ സ്ലാപ്പ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഒരാളെ കൈപ്പത്തി കൊണ്ട് അടിക്കുന്നത് നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ ഒരാളെ അടിക്കുന്നതിന് നമുക്ക് സ്ലാപ്പ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇവിടെ സ്ലാപ്ഡ് ദി അതർ വൺ ഓൺ ദി ഫേസ് എന്ന് പറഞ്ഞാൽ മറ്റാളെ, അതായത് ഒരു സുഹൃത്ത് മറ്റാളെ മുഖത്തടിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ദി വൺ ഹു ഗോട്ട് സ്ലാപ്ഡ് വാസ് ഹേർഡ് ബട്ട് വിതൗട്ട് സേയിങ് എനിത്തിങ് ഹി റോട്ട് ഇൻ ദ സാൻഡ്, ടുഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് സ്ലാപ്ഡ് മീ ഓൺ മൈ ഫേസ്. അടികിട്ടിയ സുഹൃത്തിന് വേദനിച്ചു, പക്ഷേ അവനൊന്നും പറയാതെ മണലിൽ എഴുതി, ഇന്നെൻ്റെ ഉറ്റ സുഹൃത്ത് എൻ്റെ മുഖത്തടിച്ചു. ദി വൺ ഹു ഗോട്ട് സ്ലാപ്ഡ്. അപ്പോൾ ഇവിടെ ദി വൺ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ സുഹൃത്തിനെ കാണിക്കാനാണ്, അതായത് ആ സുഹൃത്തിനെ പറയാനാണ്. ദ വൺ ഹു ഗോട്ട് സ്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ അടികിട്ടിയ സുഹൃത്ത് എന്തുണ്ടായത്? വാസ് ഹേർട്ട്, അതായത് അവന് വേദനിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ബട്ട് പക്ഷേ വിതൗട്ട് സേയിങ് എനിത്തിങ്, അതായത് ഒന്നും പറയാതെ എന്താ ചെയ്തത്? ഹി റോട്ട് ഇൻ ദ സാൻഡ്. അപ്പോൾ റോട്ട് എന്ന് പറയുന്നത് റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക, റോട്ട് എന്ന് പറഞ്ഞാലോ എഴുതി. റൈറ്റ്, റോട്ട്, റിട്ടൺ, അങ്ങനെയാണ് റൈറ്റിൻ്റെ 3 ഫോംസ് വരുന്നത്. അപ്പോൾ ഹി റോട്ട് ഇൻ ദ സാൻഡ് എന്ന് പറഞ്ഞാൽ അവൻ മണലിൽ എഴുതി. സാൻഡ് എന്ന് പറഞ്ഞാൽ മണലാണ്. എന്താണ് എഴുതിയത്? ടുഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട്
സ്ലാപ്ഡ് മീ ഓൺ മൈ ഫേസ്. അപ്പോൾ ഇവിടെ എഴുതിയത് എന്താണ്? ടുഡേ, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് എൻ്റെ ഉറ്റ സുഹൃത്ത് എൻ്റെ മുഖത്തടിച്ചു എന്നാണ് എഴുതിയത്. സ്ലാപ്ഡ് മീ ഓൺ മൈ ഫേസ്. They kept on walking until they found an oasis, where they decided to take a bath. ഒരു മരുപ്പച്ച കാണുന്നത് വരെ അവർ നടന്നുകൊണ്ടേയിരുന്നു. അവിടെ അവർ കുളിക്കാൻ തീരുമാനിച്ചു. They kept on walking. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? They എന്ന് ഉദ്ദേശിക്കുന്നത് അവരാണ്. അവർ kept on walking എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടേയിരുന്നു എന്ന് പറയാനാണ് kept on walking എന്ന് പറയുന്നത്. Until they found an oasis. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? Until എന്ന് പറയുന്നത് വരെ എന്ന് പറയാനാണ്. എന്ത് വരെയാണ്? They found an oasis. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? Found എന്ന് പറഞ്ഞാൽ ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. ഫൗണ്ട് എന്ന് പറഞ്ഞാലോ കണ്ടെത്തി. അപ്പോൾ they found an oasis. oasis എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മരുപ്പച്ചേനെയാണ് നമ്മൾ oasis എന്ന് പറയുക. അതായത് മരുഭൂമിയിലുണ്ടാവുന്ന ചെറിയ വെള്ളത്തടാകമില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മരുഭൂമിയിലെ ചെറിയ വെള്ളത്തടാകം കണ്ടെത്തുന്നത് വരെ അവർ നടന്നുകൊണ്ടേയിരുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. where they decided to take a bath. അപ്പോൾ ഇവിടെ where എന്ന് ഉദ്ദേശിക്കുന്നത് ആ oasisനെയാണ്. അപ്പോൾ ഈ oasis എന്നുള്ള വാക്ക് മിക്കവരും തെറ്റിച്ച് പറയാറുണ്ട്. ഒയാസിസ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഒയേസിസ് എന്നാണ്. അപ്പോൾ ഇവിടെ where they decided to take a bath, അതായത് അവിടെ, അതായത് ആ ഒയേസിസിൽ they decided, അതായത് അവർ തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? to take a bath, അതായത് കുളിക്കാൻ തീരുമാനിച്ചു. The one who had been slapped got stuck in the mud and started to drown, but his friend saved him. അടികിട്ടിയ സുഹൃത്ത് ചെളിയിൽ കുടുങ്ങി, മുങ്ങാൻ തുടങ്ങിയെങ്കിലും സുഹൃത്ത് രക്ഷപ്പെടുത്തി. ദി വൺ ഹു ഹാഡ് ബീൻ സ്ലാപ്ഡ്. അപ്പോൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? അടികിട്ടിയിട്ടുണ്ടായിരുന്ന സുഹൃത്ത് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ മഡ്. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഗോട്ട് സ്റ്റക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്റ്റക്ക് എന്ന് പറയുന്നത് സ്റ്റിക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ കുടുങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഗോട്ട് സ്റ്റക്ക് ഇൻ ദ മഡ് എന്ന് പറഞ്ഞാൽ ചെളിയാണ്. അപ്പോൾ ചെളിയിൽ കുടുങ്ങി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ആൻഡ് സ്റ്റാർട്ടഡ് ടു ഡ്രൗൺ. ഡ്രൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് സ്റ്റാർട്ടഡ് ടു ഡ്രൗൺ എന്ന് പറഞ്ഞാൽ മുങ്ങാൻ തുടങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ചെളിയിൽ കുടുങ്ങിയ ആ സുഹൃത്ത്, അതായത് അടികിട്ടിയ സുഹൃത്ത് ചെളിയിൽ കുടുങ്ങി മുങ്ങാൻ തുടങ്ങി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ബട്ട് ഹിസ് ഫ്രണ്ട് സേവ്ഡ് ഹെം. പക്ഷേ ഹിസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ സുഹൃത്ത് സേവ്ഡ് ഹെം. സേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ രക്ഷിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അവനെ രക്ഷിച്ചു. ആഫ്റ്റർ ഹി വാസ് റെസ്ക്യൂഡ് ഫ്രം ഡ്രൗണിങ് ഹി റോട്ട് ഓൺ എ സ്റ്റോൺ, ടുഡേ മൈ ഫ്രണ്ട് സേവ്ഡ് മൈ ലൈഫ്. മുങ്ങുന്നതിൽ നിന്ന് അവനെ രക്ഷിച്ചതിന് ശേഷം അവനൊരു കല്ലിൽ എഴുതി, ഇന്ന് എൻ്റെ സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു. ആഫ്റ്റർ ഹി വാസ് റെസ്ക്യൂഡ് ഫ്രം ഡ്രൗണിങ്. അപ്പോൾ ഇവിടെ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ് അർത്ഥം വരുന്നത്. ഹി വാസ് റെസ്ക്യൂഡ്. അപ്പോൾ റെസ്ക്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്നോ അല്ലെങ്കിൽ അപായത്തിൽ നിന്നോ രക്ഷപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ റെസ്ക്യൂ എന്ന് പറയുക. അപ്പോൾ റെസ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അപായത്തിൽ നിന്ന് അല്ലെങ്കിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം എന്തിൽ നിന്നാണ്? ഫ്രം ഡ്രൗണിങ്. അതായത് എന്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്? ഫ്രം ഡ്രൗണിങ്, അതായത് മുങ്ങി മരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം ഹി റോട്ട് ഓൺ എ സ്റ്റോൺ. ഹി റോട്ട്, അതായത് അവൻ എഴുതി. എവിടെയാണ് എഴുതിയത്? ഓൺ എ സ്റ്റോൺ, അതായത് ഒരു കല്ലിൽ എഴുതി. എന്താണ് എഴുതിയത്? ടുഡേ മൈ ഫ്രണ്ട്, ഇന്ന് എൻ്റെ സുഹൃത്ത് സേവ്ഡ് മൈ ലൈഫ്, അതായത് എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ദ ഫ്രണ്ട് ഹു ഹാഡ് സ്ലാപ്ഡ് ആൻഡ് സേവ്ഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ആസ്ക്ഡ് ഹിം, ആഫ്റ്റർ ഐ ഹേർട്ട് യു, യു റോട്ട് ഓൺ ദി സാൻഡ് ആൻഡ് നൗ യു റോട്ട് ഓൺ എ സ്റ്റോൺ. വൈ? തൻ്റെ ഉറ്റ സുഹൃത്തിനെ തല്ലുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത സുഹൃത്ത് അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചതിന് ശേഷം നീ മണലിൽ അത് എഴുതി, ഇപ്പോൾ കല്ലിലെഴുതി. എന്തുകൊണ്ട്? ദ ഫ്രണ്ട് ഹു ഹാഡ് സ്ലാപ്ഡ്. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. അപ്പോൾ ദ ഫ്രണ്ട് ഹു ഹാഡ് സ്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ടായിരുന്ന സുഹൃത്ത്. ആൻഡ് സേവ്ഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ആസ്ക്ഡ് ഹിം. അപ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്ന സുഹൃത്തും അതുപോലെ തന്നെ അവനെക്കുറിച്ച് തന്നെ വേറെ എന്താ പറയുന്നത്? ആൻഡ് സേവ്ഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്, അതായത് അവൻ്റെ ഉറ്റ സുഹൃത്തിനെ രക്ഷിച്ച ആ ഒരു ഫ്രണ്ടും, അതായത് അവനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആസ്ക്ഡ് ഹിം, അവനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്?
ആഫ്റ്റർ ഐ ഹേർട്ട് യു, ഞാൻ നിന്നെ വേദനിപ്പിച്ചതിന് ശേഷം, യു റോട്ട് ഓൺ ദി സാൻഡ്, അതായത് നീ മണലിൽ എഴുതി. ആൻഡ് നൗ, ഇപ്പോൾ, യു റോട്ട് ഓൺ എ സ്റ്റോൺ, അതായത് കല്ലിൽ എഴുതി. വൈ, എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. ദി അതർ ഫ്രണ്ട് റിപ്ലൈഡ്, വെൻ സം വൺ ഹേർട്സ് us, we should write it down on the sand, where the wings of forgiveness can erase it away. But when someone does something good for us, we must engrave it on stone, where no wind can erase it. മറ്റേ സുഹൃത്ത് മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ക്ഷമയോടെ കാറ്റിന് അത് മായ്ക്കാൻ കഴിയുന്ന മണലിൽ നാം അത് എഴുതണം. പക്ഷേ നമുക്കായി ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ ഒരു കാറ്റിനും അത് മായ്ക്കാനാവാത്ത കല്ലിൽ നാം അത് കൊത്തിവെക്കണം. ദി അതർ ഫ്രണ്ട് റിപ്ലൈഡ്, അതർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ സുഹൃത്ത്, റിപ്ലൈഡ് അതായത് മറുപടി പറഞ്ഞു. വെൻ സം വൺ ഹേർട്സ് us, സം വൺ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ വെൻ സം വൺ ഹേർട്സ് us എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ വി ഷുഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ ദി സാൻഡ്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി ഷുഡ് റൈറ്റ് ഇറ്റ് ഡൗൺ, നമ്മളത് എഴുതേണ്ടത് എവിടെയാണ്? ഓൺ ദി സാൻഡ്, അതായത് മണലിലാണ്. ഇനി ആ സാൻഡിനെ കുറിച്ച് പറയുകയാണ്, അതായത് ആ മണലിനെ കുറിച്ച് പറയുകയാണ്. വേർ ദ വിൻസ് ഓഫ് ഫൊർഗീവ്നെസ് ക്യാൻ എറേസ് ഇറ്റ് അവേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സാൻഡിൽ എഴുതുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? വിൻസ് ഓഫ് ഫൊർഗീവ്നെസ്. അപ്പോൾ ഇവിടെ വിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റല്ലേ. അപ്പോൾ വിൻസ് ഓഫ് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫൊർഗീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ വിൻസ് ഓഫ് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ കാറ്റ് ക്യാൻ എറേസ് ഇറ്റ് അവേ. അത് എറേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മായ്ക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ക്യാൻ എറേസ് ഇറ്റ് അവേ എന്ന് പറഞ്ഞാൽ അത് മായ്ച്ച് കളയാൻ സാധിക്കും എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമ്മളത് എഴുതേണ്ടത് മണലിലാണ്. എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് വെൻ someone does something good, ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ, വെൻ someone does something good for us എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്താൽ വി മസ്റ്റ് എൻഗ്രേവ് ഇറ്റ് ഓൺ സ്റ്റോൺ. അതായത് എൻഗ്രേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊത്തിവെക്കുക എന്നാണ് അർത്ഥം വരുന്നത്. എവിടെ കൊത്തിവെക്കണം എന്നാണ് പറയുന്നത്? ഓൺ സ്റ്റോൺ, അതായത് കല്ലിൽ. നമ്മളത് ഒരു കല്ലിൽ കൊത്തിവെക്കണം എന്നാണ് പറയുന്നത്. വേർ നോ വിൻഡ് ക്യാൻ എറേസ് ഇറ്റ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കാറ്റിനും മായ്ച്ചു കളയാൻ പറ്റാത്ത പോലെ നമ്മളൊരു കല്ലിൽ എഴുതി വെക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The moral of the story: it's much easier to hold on to grudge than to forgive a person. Letting go of the past and valuing the people that love you is the way to live a rich, rewarding life. The moral of the story എന്ന് പറഞ്ഞാൽ കഥയുടെ ഉള്ളടക്കം. It's much easier to hold on to grudge. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? It's much easier എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. എന്തിനാണ്? ടു ഹോൾഡ് ഓൺ ടു ഗ്രഡ്ജ്. അതായത് ഗ്രഡ്ജ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാളോട് നമുക്കുണ്ടാവുന്ന വിദ്വേഷം അല്ലെങ്കിൽ പകേനെയാണ് നമ്മളിവിടെ ഗ്രഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോൾഡ് ഓൺ ടു ഗ്രഡ്ജ് എന്ന് പറഞ്ഞാൽ പകയെ മുറുകെ പിടിക്കാൻ അല്ലെങ്കിൽ വിദ്വേഷത്തെ മുറുകെ പിടിക്കാൻ എളുപ്പമാണ് എന്ന് പറയാണ്. എന്തിനേക്കാൾ എളുപ്പമാണ് എന്നാണ് പറയുന്നത്? ദാൻ ടു forgive a person. അതായത് ഒരാളോട് ക്ഷമിക്കാൻ. forgive ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഒരാളോട് ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരാളോടുള്ള പക നമ്മൾ മുറുകെ പിടിക്കുന്നത് എന്ന് പറയാണ് ഇവിടെ. ലെറ്റിംഗ് ഗോ ഓഫ് ദി പാസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻപ് നടന്ന കാര്യങ്ങളെയാണ് ഇവിടെ പാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഭൂതകാലത്തിൽ നടന്ന. അപ്പോൾ ലെറ്റിംഗ് ഗോ ഓഫ് ദി പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻപത്തെ കാര്യങ്ങൾ വിട്ടുകളയുന്നതും ആൻഡ് വാല്യൂയിങ് ദ പീപ്പിൾ ദാറ്റ് ലവ് യു. അപ്പോൾ ഇവിടെ വാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂല്യം കൊടുക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ആർക്കാണ്? ദ പീപ്പിൾ ദാറ്റ് ലവ് യു, അതായത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മൂല്യം നൽകുന്നതും അതുപോലെ തന്നെ നമ്മുടെ മുൻപത്തെ പാസ്റ്റ്, അതായത് നമ്മൾ മുൻപുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയുന്നതാണ്. ഇസ് എ വേ ടു ലിവ് എ റിച്ച് റിവാർഡിങ് ലൈഫ്. അപ്പോൾ ഇസ് എ വേ എന്ന് പറഞ്ഞാൽ അതാണ് വഴി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തിനാണ്? ടു ലിവ് എ റിച്ച് റിവാർഡിങ് ലൈഫ്. അതായത് റിച്ച് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്പന്നവും അതുപോലെ തന്നെ റിവാർഡിങ് ലൈഫ് എന്ന് പറഞ്ഞാൽ
പ്രതിഫലദായകവുമായ ജീവിതം നയിക്കാൻ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാസ്റ്റ്, അതായത് മുൻപുണ്ടായ നമ്മുടെ വിഷമങ്ങളും എല്ലാം അതും നമ്മൾ മറന്ന്, അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ കൂട്ടിപ്പിടിച്ചാൽ മാത്രമാണ് നമ്മുടെ ലൈഫ് ഹാപ്പി ആവുള്ളൂ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.